Hello guys, welcome back to my YouTube channel. I know it's been very long time since I have posted anything as a long video in YouTube. ഭയങ്കര തിരക്കായി പോയി ഗൈസ്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തെടുത്ത കുറച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എസ്പെഷ്യലി ഒരു സേവ് ദ ഡേറ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങളെല്ലാവരും എൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കും കാര്യങ്ങളായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനായിട്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫ്ലവർ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുല്ലപ്പൂവാണ് ഞാനന്ന് തലയിൽ ചൂടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റോസും ജമന്തിപ്പൂവും ഒക്കെ പ്രോപ്പർട്ടി പോലെ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന ലൊക്കേഷൻ തൃശ്ശൂരാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ, എവിടെ പോയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 5 മണി 5:30 കൂടിയിട്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ ട്രഡീഷണൽ ഷൂട്ട് ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത്, നമ്മൾ വരുന്ന വഴി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററുണ്ട്, പിന്നെ വിഷ്ണുവിൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, മണിച്ചേട്ടനും ഉണ്ടായിരുന്നു, വിഷ്ണു ആശാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 4-5 പേര് കൂടിയിട്ട് ഒരു കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്നത് ചാവക്കാടുള്ള ഒരു സ്ഥലത്തുള്ള കുറുമ്പൂർ മനയിലേക്കാണ്. സോ നമ്മൾ കുറുമ്പൂർ മനയിൽ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 7:30-ക്കാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. നമ്മളുടെ ഫോട്ടോഗ്രാഫി ടീം കറക്റ്റ് 7 മണിക്ക് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് ആ ഒരു മനയിലേക്ക് പോകുന്നത്. നമുക്ക് കോൾ ചെയ്ത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും, പ്രയറായിട്ട് ബുക്ക് ചെയ്യാണ്ട് നമുക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇത് ആക്ച്വലി ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഏത് കോർണറിൽ നിന്ന് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോഗ്രാഫിയും അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും നമ്മുടെ ഫോട്ടോസിൻ്റെ ഔട്ട് കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എവിടെയാണ്, എത്ര രൂപയായി, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമ്മൾ ബുക്ക് ചെയ്തത് ഒരു 2-3 ഹവേഴ്സിനാണ്. 3 ഹവേഴ്സിന് അവർ കോസ്റ്റ് ചെയ്തത് 2000 റുപ്പീസാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന ഹവേഴ്സിന് 1000 റുപ്പീസ് വെച്ച്. പക്ഷേ നമ്മൾ പോരാൻ നേരത്തെ ഒരു 11 മണി വരെ നമ്മളവിടെ ഷൂട്ട് ചെയ്തെങ്കിലും എക്സ്ട്രാ ഒരു 1000 റുപ്പീസ് അവർ നമ്മളുടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോട്ടോഗ്രാഫി, ലൊക്കേഷൻ, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ മറ്റൊരു കാര്യമാണ് എൻ്റെ സാരി, പ്രത്യേകിച്ച് സാരീൻ്റെ കളറ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം കൊടുക്കേണ്ട ഒരേ ഒരാൾ എൻ്റെ അമ്മയാണ്. കാരണം അമ്മയാണ് ഈ ഒരു കളറ് ചൂസ് ചെയ്ത് തന്നത്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തൊരു സാരിയാണ്. ഇത് ഞാൻ മോഷ്ടിച്ച് കൊണ്ടുപോയതാണ് ഗൈസ്. കാരണം അമ്മ തന്നെയാണ് പറഞ്ഞത് ഈ ഒരു കളറ് ചൂസ് ചെയ്തോ, കാരണം ഫോട്ടോസിലൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെയാണ് എനിക്ക് ഈ ഒരു സാരി ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് എയർ ഹാൻഡ്ലൂംസ് കുത്താമ്പള്ളിയിൽ നിന്ന് വെഡ്ഡിങ് സാരി എടുക്കുന്ന ടൈമിൽ നമ്മൾ റാൻഡമായിട്ട് എടുത്തൊരു സാരി കൂടിയായിരുന്നു. അപ്പോൾ ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ കിടിലായിരുന്നു. എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു. കാരണം ഞാൻ പറയാനൊരു റീസൺ കൊണ്ടുണ്ട്. ഞാൻ ബ്രൗൺ ഗേൾ ആയതുകൊണ്ട് എനിക്ക് എല്ലാ കളറും ചേരില്ല എന്നൊരു ഭയങ്കര ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇതുപോലുള്ള ബ്രൈറ്റ് കളേഴ്സ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനത്തെ കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് കൂടുതലും ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം എൻ്റെ തോന്നൽ മാത്രമായിരുന്നു. എനിക്ക് എല്ലാ കളറും, പ്രത്യേകിച്ച് ബ്രൗൺ ഗേൾസിന് എല്ലാ കളറും മാച്ച് ആവും, സ്യൂട്ട് ആവും എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളൊരു ബ്രൗൺ ഗേൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സാരി, ഇങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യുക. കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് പണ്ടൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള സമയത്ത് നമ്മൾ ഇതൊന്നും ഇടില്ലായിരുന്നു. അതെനിക്കറിയാം, ഞാനും അങ്ങനെയായിരുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഫേസിനൊരു പ്രത്യേക ഒരു ഗ്ലോ തന്നെ കിട്ടും ഇതുപോലൊരു ബ്രൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യും. എൻ്റെ കല്യാണം June 21-നായിരുന്നു മാരേജ് വരുന്നത്. അപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് June 1 വീക്കിനായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നടുമുറ്റത്ത് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇൻഡോർ ഫോട്ടോസ് എടുക്കുന്ന ടൈമിലാണ് കൂടുതലും മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഔട്ട്ഡോർ എടുക്കുന്ന സമയത്ത് മഴ തീരെ ഉണ്ടായിരുന്നില്ല. സോ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് ഇവളെന്തായാലും പരിചയമില്ലാണ്ടിരിക്കില്ല. ഇത് എൻ്റെ സിസ്റ്ററാണ് അരബി, ഞങ്ങൾ കുഞ്ഞാവെന്ന് വിളിക്കും. അപ്പോൾ ഇവളാണ് എൻ്റെ വീഡിയോസ് എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത്. ഇവളെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവളായിരുന്നു എൻ്റെ അസിസ്റ്റൻറ്റ്, ക്യാമറമാൻ ആൻഡ് എൻ്റെ സ്റ്റൈലിസ്റ്റ്. എല്ലാം എൻ്റെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സിസ്റ്ററായിരുന്നു.
നമ്മുടെ ടീമായിരുന്നു ഫസ്റ്റ് ഈ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഒരു സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 2-3 ടീം വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, നിങ്ങൾ പ്രയറായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാം. ഒരുപാട് ക്യാമറാമാൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. ആ ക്ലിപ്പ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. 2 നിലകളായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ മേലത്തെ നിലയിലേക്ക് പോയി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വീഡിയോഗ്രാഫിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോട്ടോസിൻ്റെ കൂടെ തന്നെ സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് കുറേ സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയ ഫോട്ടോസിൽ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ നമ്മളുടെ ഇൻഡോർ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പം മെയിൻ ഹൈലൈറ്റ്, ഈ ഒരു മനയുടെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ഗൂസാണ്. ആൻഡ് ഇവിടെ ഒരു കുളം കൂടിയുണ്ട്. അപ്പോൾ സേവ് ദ ഡേറ്റ് എടുക്കുന്ന ടൈമിൽ എനിക്ക് ആകെ കൂടി ഒരു ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, കുളം ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ എന്ന് ഞാൻ നേരത്തെ ഒരു നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കി, കുളം തപ്പിപ്പോയി ലാസ്റ്റ് കുളം ആവോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുളമായില്ല. ഇതിൻ്റെ ഔട്ട് എല്ലാം വളരെ അടിപൊളിയായിരുന്നു. ഈ ഒരു മനയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു കുളവും പിന്നെ ഈ ഒരു ഗൂസുമാണ്. ഈ ഒരു ഏരിയയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അടിയായിരുന്നു. എത്ര ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് എത്ര ടീമാണ് അന്നത്തെ ഒരു ദിവസം അവിടെ ഷൂട്ട് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. ഒരുപാടുണ്ടായിരുന്നു കേസ്, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. അതിനുശേഷം നമ്മൾ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. ബൈ ദ വേ അവിടെ കോസ്റ്റ്യൂംസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഈ ഒരു ഗൗണാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ചാവക്കാടുള്ള ബീച്ചിലോട്ടാണ്. കാരണം നമ്മൾ നെക്സ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ ഒക്കെയാണ്. കാരണം സോ അങ്ങനെ ബീച്ച് സൈഡിലുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നു. പോർച്ചുഗലിൻ്റെ ഒരു ജേഴ്സി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ജേഴ്സി. ഞങ്ങൾ രണ്ടുപേരും ഈ സെയിം മോഡൽ ജേഴ്സി എല്ലാം ഇട്ടിട്ടാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ വിഷ്ണുആശാൻ്റെ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് എൻ്റെ ഗേൾസ് ഗ്യാങ്ങിനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു സമയത്ത് പുറത്തായിരുന്നു. അമ്പലം മാത്രമാണ് എൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഐജ, പാറു എല്ലാവരും പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവർക്കൊന്നും എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ഗേൾസ് ഗ്യാങ്ങിനെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആശാൻ്റെ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇങ്ങനെ അപ്പോൾ തന്നെ എൻ്റെ ഗേൾസ് വിളിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.